പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞങ്ങളുടെ തൃശ്ശൂർ പൂരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആഘോഷമാണ് കേട്ടോ നമ്മുടെ പുലിക്കളി. തൃശ്ശൂർക്കാർക്ക് സാധാരണ നാലോണം നാളത്തിൻ്റെ പുലിക്കളി കഴിഞ്ഞാലാണ് ഓണം കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പുലിക്കളി ഒരു പുലിമടയിലേക്ക് വരികയാണ്. ഇത്തവണ 9 ദേശങ്ങളാണ്, 500 താഴെ പുലികളുണ്ടാവും മൊത്തം. പുലിക്കളിയുടെ ഇത് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് കെട്ടിയതാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഭയങ്കര തിരക്കാണ്. മൊത്തം എത്ര പുലികളുണ്ട്? 51 പേര്. ചേട്ടൻ്റെ പേരെന്നാ? ടോണി. എവിടെ വീട്? കുറച്ച് നേരമായി, കുറേ നേരമായിട്ട് എടുത്തിട്ടുണ്ട് വരയ്ക്കാൻ. എന്താ പേര്? ഞാൻ രഘുനാഥ്. പാലക്കാട്. പാലക്കാട് നിന്നാണ് ആള് വന്നത്? അതെ, പാലക്കാടൻ പുലിയാണ്. പാലക്കാടൻ പുലി ആഗ്രഹിച്ചു വന്നതാ? ഞാനിത് 2ാമത്തെ വർഷമാണ്. അതെ. അതെ. പാലക്കാട് എവിടെയാ? ഞാൻ പാലക്കാട് ടൗണിൽ തന്നെ. അപ്പൊ 2ാമത്തെ വർഷം പുലിയുടെ താളമൊക്കെ പഠിച്ചാ? അറിയാം. ഉത്സവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അവിടെ പുലി വേഷം കെട്ടാറുണ്ട്? അവിടെ നമ്മളിവിടെ നാലോണത്തിന് ഇവിടെ സീതാറാം മില്ലിന്റെ കൂടെ ഇതിപ്പോ 2ാമത്തെ തവണയാണ് ആഘോഷപൂർവമായിട്ട് പുലിക്കളി. വേണ്ട, പാലക്കാട് എന്നുള്ളവർ വരെ ഉണ്ട്. ആവേശം അത്രത്തോളം ഉണ്ട്. ഇവിടെ വേറെ പുലിൻ്റെ വര തുടങ്ങാൻ പോകണല്ലോ. എന്താ പേര്? എവിടെ വീട്? പാലക്കാടാണ്, ആലത്തൂർ അത്തിപ്പറ്റാവ്. കണ്ടാ, പാലക്കാട് ആലത്തൂർ തന്നെയാണ്. ഗടികള? അതെ, ഞങ്ങൾ തകർക്കാൻ വേണ്ടി വന്നിരിക്കുക. അതെ, വേറെ പുലി. എവിടെ വീട്? ഇവിടെ അടുത്ത് തന്നെയാണ്. ഇവിടെ അടുത്തന്നെ, അടുത്തുള്ള പുലിയാണ് കേട്ടത്. 2 പാലക്കാടൻ പുലികളെ പരിചയപ്പെട്ടു. 25 വർഷമായിട്ട് വേഷമിടുന്ന ആൾ തന്നെയാണ്. എന്താ പേര്? രതീഷ് തുള്ളിക്കാട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് വീട്. എന്താണ് ഇത്? നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമല്ലേ പൂരം പോലെ തന്നെ. അതിലിപ്പോ ഉള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇടയിൽ പെൺപുലി ഉണ്ട് എന്നുള്ളൊരു സന്തോഷമുണ്ട്. എവിടെ പെൺപുലി? ഇതാണ് പെൺപുലി. ഇതാണ് പെൺപുലി. 3ാമത്തെ വർഷമാണ് ഇവിടെ വേഷിടാൻ പോണത്. നിമിഷാഭിച്ചോ. അതിന് മുന്നേ നമുക്ക് കുറെ പേര് വേഷിട്ടിട്ടുണ്ട്. എന്നെ വിനയ, സക്കീന, ദിവ്യ ടീച്ചറൊക്കെ പെൺപുലികളായിട്ട് വന്നിട്ടുള്ളവരാണ്. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടോ? താങ്ക് യു. ഇതെല്ലാം അടിപൊളി കേട്ടോ. ഇവിടെ വേറെ പുലി ആള് 2 വടി പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താ പേര്? എൻ്റെ പേര് ശ്രീനിവാസൻ. എവിടെ വീട്? എൻ്റെ വീട് പാവറട്ടി എന്നാണ് വന്നത്. 10-25 കിലോമീറ്റർ അകലുന്ന് പുലി വേഷം കെട്ടാനായിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ വർഷം? അല്ലല്ല, ഇത് ഇപ്പോൾ 2ാമത്തെ വർഷം ഇവിടെ സീതാറാമല്ലി. അപ്പോൾ ശരി, അടുത്ത ആളെ കയറി. ഇത് വലിയൊരു പുലിട്ടാ, വണ്ടൻ പുലി. വലിയ പുലികൾ 2 പേര്. എന്നുവെച്ചാൽ എൻ്റെ പേര്? എൻ്റെ പേര് സുനിലെ. എവിടെ വീട്? ഇവിടെ നന്ദിക്കര എന്നാണ്. അതെ, ഫോൺ പറ്റില്ല. ഒരു സെക്കൻഡ് ചേട്ടാ, വേറെ പുലി. ചേട്ടാ പേരെന്താ? എവിടെ വീട്? ഇവിടെ പത്തനംതിട്ടക്കാരനാണ്. പത്തനംതിട്ട. ഞാൻ കഴിഞ്ഞ ആഴ്ച പത്തനംതിട്ടയിലായിരുന്നു. ആറന്മുള വെള്ള സദ്യയിൽ പങ്കെടുത്തു. ബുധനാഴ്ച. അവിടെ അടുത്താണല്ലേ? അപ്പൊ ഇവിടേക്ക് എങ്ങനെയാ വന്നു പെട്ടത്? പരിചയണ്ട? അതെ, അതിന്റെ താളം ഒക്കെ പഠിച്ചിട്ടുണ്ട്. എത്ര കൊല്ലായി ഇപ്പൊ ഇവിടെ? ആയതുപോലെ 16 കൊല്ലായി. എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 125 കിലോ വെയിറ്റ് ഉണ്ട്. അതായത് ബാക്കിയുള്ള സംഗതി പോലില്ല. പുലിക്കളിയുടെ ദിവസം ആ വെയിറ്റ് കൂടുതലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അപ്പോൾ നമുക്ക് അടുത്ത ആളേക്ക് പോവാം. പാലക്കാട്, പത്തനംതിട്ട, പാവറട്ടി വെച്ചിട്ടുള്ള കുറേ പേരെ പരിചയപ്പെട്ടു. ഇവിടെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വണ്ടൻ ഒരു പുലിനെ പരിചയപ്പെടാം കേട്ടോ. അങ്ങോട്ട് കിടക്കട്ടെ ഞാൻ? കുഴപ്പമില്ല, നിങ്ങൾ വർത്താനം പറഞ്ഞാൽ മതി.
നിങ്ങൾ വർത്താനം പറഞ്ഞാൽ മതി. ആളെ പേരെന്നൂരാ ഊമ വർത്താനം പറയണ്ടല്ലോ. എവിടെ ഇവിടെ ഇവിടെ അടുത്താ? എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 137 കിലോ. നമ്മൾ 125 കിലോ ആണ് അവിടെ റെക്കോർഡായിരുന്നേ. 137 കേട്ടാ. ആയിത്തോല്ല എത്രാമത്തോല്ല? 4 കൊല്ലായി. അപ്പോൾ അടിപൊളി ഒരു വൻ പുലിനെ നമ്മൾ കണ്ടു. ആശാനെ പരിചയപ്പെടാം. ഇത് നമ്മുടെ പുലിയുടെ ആശാന്. ശരിക്കും എന്തൊരു പേര്? എൻ്റെ പേര് ഷാജി. എവിടെ ഇവിടെ എവിടെയാണ്? ഇപ്പം എത്രാമത്തെ കൊല്ല? 13 കൊല്ലായി. ചേട്ടാ ആശാനാണ്, പുലിക്കളിയിലെ ആശാനാണ് ആള്. എൻ്റെ ദൈവമേ, എത്ര കിലോ വെയിറ്റ് ഉണ്ട്? 105. വെയിറ്റുള്ളവർക്കാണ് ഡിമാൻഡ് അല്ലേ ഈ ദിവസം? ഇല്ല, അവര് താളം ചവിടാനാണ് ഒരു രസമാണ്. ഒരു വെള്ള പുലി. ചന്ദ്രചാന്റെ പേര്? കണ്ണൻ. കണ്ണൻ. ഇവിടെ അടുത്ത വീട്? അതെ. ആയിത്തോല്ല? വാ, റെക്കോർഡാണ്. അത് വേറെ ഇതാണ്. ഇനി വരയ്ക്കാൻ സിംഹമാണ്. സിംഹമാണ്. ഒരു പുലിയല്ല, സിംഹം. ഈ പുലിമടയിൽ നിന്ന് നമുക്ക് പോവാം. പിന്നെ നമുക്ക് പുലിക്കളി കാണാം. കാരണം എല്ലാ മടകളിലും ഇങ്ങനെ തന്നെയാണ്. ഇതേപോലെ എല്ലാവരും ഒരുക്കുന്നത് തന്നെയാണ് കാണുന്നത്. ആകെ തിരക്കാ, നിറയെ ക്യാമറമാന്മാർ, നിറയെ എല്ലാവരും ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് 4 മണിയാകുമ്പോൾ വരേണ്ട ആവശ്യമുള്ളൂ. 4 മണിയാകുമ്പോൾ റൗണ്ടിലേക്ക് വരാം. പുലികൾ ഇറങ്ങട്ടെ. ഇതാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ള സീതാരാമ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കേട്ടോ ഹനുമാൻ്റെ പ്രതിഷ്ഠയുള്ളത്. നമ്മൾ കണ്ടിട്ടുണ്ട്, വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോണ വഴിക്ക് ഇങ്ങോട്ട് നിന്ന് കയറി ഇങ്ങനെ നിന്ന് ഈ വഴിക്കാണ് വീട്ടിലേക്ക് പോണതേ. 4 മണിക്കല്ലേ വരണ്ട. നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. സമയം 4:30. പുലിക്കളി ശരിക്ക് കാണാൻ നമ്മൾ പോകണല്ലോ. നമ്മുടെ പിന്നിലാണ് ശക്തൻ്റെ ആകാശപാത. കണ്ട പിന്നിൽ ഒരു ദിവസം അതിൻ്റെ മുകളിലേക്ക് കയറുന്ന വിചാരിച്ചിട്ട് കുറേ നാളായി. ഉദ്ഘാടനത്തിൻ്റെ ഒന്നും പോയതാ, പിന്നൊന്നും വന്നിട്ടില്ല. സരിതേനും ചെക്കുഞ്ഞി കൊണ്ടിട്ട് ഒരു ദിവസം വരണാണ്. അപ്പോൾ നമുക്ക് റൗണ്ടിലേക്ക് പോവാം. ഇവിടെ ഒരു ദേശം കേട്ടാ, വെളിയന്നൂർ ദേശം തോണ്ടത് തുടങ്ങി. ഭയങ്കര തിരക്കാ. അവിടെയാണ് ഫ്രണ്ട്.
ഇതിനടി നോക്കുക. അങ്ങോട്ട് പോവാ. അപ്പൊ നമ്മള് വെളിയന്നൂർ ദേശത്തിൻ്റെയാണ് കണ്ടത്. അതില് വൻ പുലികളില്ല. മണ്ടൻ ആ 9 ദേശങ്ങളുണ്ട്. പക്ഷെ അതില് വയറം പുലികൾ വളരെ കുറവാണ്. അപ്പൊ നമ്മുടെ റൗണ്ടിയോടെ നടക്കാൻ കേട്ടാ. നമ്മുടെ റൗണ്ടിയോടെങ്കിലേ ഇത്രയും സ്വതന്ത്രമായിട്ട് നടക്കാൻ പറ്റുന്ന അവസരങ്ങൾ വളരെ വളരെ അപൂർവമായിരിക്കും. വിശാലമായിട്ട് ഇങ്ങനെ കാണുമ്പോഴേ നമുക്ക് ഒരു വെറുതെ സങ്കല്പമാണ് കേട്ടാ. ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങനൊക്കെ പറയേണ്ടത് നമുക്ക് നഗരത്തിലൊക്കെ ഇങ്ങനെ ആളുകൾക്ക് കുറേ വെറുതെ നടക്കാനും ഇതിനൊക്കെ ആയിട്ട് യൂറോപ്പിൽ ഇവിടെയൊക്കെ കുറേ സ്ഥലങ്ങൾ വെറുതെ ഒഴിച്ചിട്ടിരിക്കുന്നു. അവിടേക്ക് വാഹനങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ പ്രവേശനം ഉണ്ടാവില്ല. അതുപോലെ ഈ റൗണ്ടിലേക്ക് വാഹനങ്ങളൊന്നും പ്രവേശനം ഇല്ലെങ്കിൽ എന്ത് രസമായിരിക്കും ഞാൻ ആലോചിക്കുക. ആളുകൾക്ക് ഇങ്ങനെ കിടന്ന് നടക്കാം, വണ്ടികളെ പേടിക്കണ്ട, ഒന്നും ഒരു ശല്യമില്ല, ശബ്ദ കോലാഹലങ്ങളില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ ടൗണുകളിൽ അങ്ങനത്തെ വേണമല്ലോ. ആളുകൾക്കൊക്കെ വന്നിട്ട് ഇങ്ങനെ വണ്ടിയിൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ പുറത്ത് ഉണ്ടാവണം. പുറത്തോടെ മാത്രം വണ്ടിയിൽ പോയാൽ മതി. ഇവിടെ ഒന്നും വേണ്ട. ഇപ്പം ഇങ്ങനെ വിശാലമായി നടക്കണം. കണ്ട ആളുകളൊക്കെ എത്ര സന്തോഷവാന്മാരാ. എല്ലാവരും കാത്തിരിക്കുക. ഈ വഴിയിലൊക്കെ നിറച്ച് കണ്ടില്ലേ ആളുകൾ. അപ്പോൾ പുലികൾ വരുന്നത് നടുവിലെ ഗണപതിക്ക് നാളികേരം ഉടച്ചിട്ടാണ് ആദ്യം തന്നെ വരാം. അപ്പോൾ ബാക്കിയുള്ളത് കേട്ടാ സംഘങ്ങൾ. അപ്പോൾ നമുക്ക് അങ്ങനെ നടക്കാം. ഈ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കിലോമീറ്ററിന് മീതിൻ്റെ കേട്ടാ ഇതിൻ്റെ ചുറ്റളവ്. പക്ഷെ നടക്കാം, നല്ല രസം, നല്ല കാറ്റ്, നല്ല തണല്. പക്ഷെ വൈകുന്നേരമായി കഴിഞ്ഞാലാണ് ഈ പുലികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഭംഗി ഉണ്ടാവുള്ളൂ. എല്ലാത്തിനും LED ലൈറ്റും അതൊക്കെ ഉണ്ടാവില്ല. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെയിലാണല്ലോ. അപ്പോൾ വെയിൽ ആറിക്കി കഴിഞ്ഞാലാണ് പിന്നെ പ്ലോട്ടുകളുണ്ടാവും, നിശ്ചല ദൃശ്യങ്ങൾ. അതൊക്കെ കാണണമെങ്കിൽ അതിൻ്റെയൊക്കെ ഭംഗി കാണണമെങ്കിൽ വൈകുന്നേരം ഇരുട്ടാവണം. എനിക്ക് തോന്നുന്ന സത്യത്തിൽ ഇരുട്ടായി കഴിഞ്ഞിട്ട് വരാനായിരിക്കും പുലികൾക്ക് ഇഷ്ടം തോന്നുന്നു തുടങ്ങി. പക്ഷേ അവർ സമ്മതിക്കണം. കാലത്ത് പുലർച്ചെ 7 മണിയും 6 മണിക്കൊക്കെ ഈ ചായ ഇടാനായിട്ട് ഇങ്ങനെ എടുത്ത് നിൽക്കല്ലേ. ശേഷം ശരിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. വെള്ളം കുടിച്ച് ഭയങ്കര സഹനശക്തി വേണം, ക്ഷമ വേണം. അവർ സമ്മതിക്കണം. അവിടെ ഒരു പോലീസ് നായനെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ടല്ലോ. കണ്ട റോട്ട് വീലർ ലാബ് എന്നുണ്ട്. എന്ന് സ്റ്റെഫി എന്നാണ് അതിൻ്റെ പേര്. സ്റ്റെഫി എന്നാണ് പേര് നായര. നമുക്കുണ്ടായിരുന്നു പണ്ട് ചീഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായ. അത് പോലീസ് നായ എന്നല്ല, പോലീസ് നായരെ പേരിട്ടതായിരുന്നു. ചീഫ് എന്ന് പറഞ്ഞിട്ട് പണ്ട് പോലീസിലൊരു നായിൻ്റെ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമുക്കൊരു നായനെ കിട്ടിയപ്പോൾ അങ്ങനെ പേരിട്ടാണ്. മുല്ലപ്പൂ കണ്ട, മുല്ലപ്പൂ കണ്ടപ്പോഴേ നവ്യ നായരെ ആസ്ട്രേലിയയിലേക്ക് 1 മുഴം മുല്ലപ്പൂവായിട്ട് നവ്യ നായർ പോയിപ്പോൾ അവിടെ ആസ്ട്രേലിയക്കാർ പേരടിപ്പിച്ചെന്ന് പറഞ്ഞില്ലേ, അത് ഓർമ്മ വരും മുല്ലപ്പൂ കാണുമ്പോട്ടാണ്. നമ്മൾ ചില സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ന്യൂസിലാൻഡിൽ ആസ്ട്രേലിയയിലേക്കുണ്ട്. അവിടേക്കൊക്കെ പോകുമ്പോഴുള്ള കർശനമായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ടെന്ന് പറയുന്നു. അവർ പറയും 1.5 ലക്ഷം കൂടെ നവ്യ നായർക്ക് പിഴാന്ന് പറഞ്ഞു. അതാ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട്. അതാ ഒരു ചെങ്കല് നിറത്തുള്ള ബിൽഡിങ്. ആ ബിൽഡിങ്ങിന് ഭയങ്കരമായി ചരിത്രം പറയാനുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു സ്ഥാപനത്തിൻ്റെ തുടക്കം അവിടെ നിന്നായിരുന്നു. കല്യാൺ ജ്വല്ലേഴ്സില്ലേ, അവർ ആദ്യമായിട്ട് ജ്വല്ലറി ഇട്ടത് ആ ബിൽഡിങ്ങിൻ്റെ താഴെയുള്ള ഒരിതിലാണ്. 1992 തോന്നുന്നു. ഞാൻ പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ടൈമിലാണെന്ന് തോന്നുന്നു. കൊല്ലം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഗൂഗിളിൽ നോക്കിയാൽ അറിയാൻ പറ്റും. എന്നിട്ട് അവിടെ നിന്നാണ് ഇന്ത്യയിൽ മുഴുവൻ ഇങ്ങനെയുണ്ട് ജ്വല്ലറി. അവിടെ നിന്നാണ് തുടക്കം. അതേ ഒരു പുലിക്കൂട്ടം വരുന്നുണ്ട് കേട്ടാ. സമയം 5 മണി. ഇപ്പോൾ ഇങ്ങനത്തെ പ്ലോട്ടുകളുണ്ടാ, ലൈറ്റ് ഉണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞ വർഷേ
ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ വിയൂര് ദേശത്തിനാണ്. അവരെ പുലികളാണ് വരാൻ പോണത് കേട്ടാ. സമ്മാനമുണ്ട്, പ്രൈസുകളുണ്ട്.
തൊട്ട് അജൂസിന്റെ വീഡിയോ കാണുന്നുണ്ട്. ഇവര് പെരിഞ്ചേരിയിൽ തന്നെ വീട് കേട്ടാ. ഇപ്പൊ കൊല്ലത്താണ്, മോളുടെ വീട്ടിലാണ് താമസം. നമ്മുടെ വീഡിയോ ഡോക്ടറാ മോളവിടെ PG ചെയ്യാ. അപ്പൊ പുലിക്കളിയാണ് വന്നത്. അങ്ങനെ ഇക്കൊല്ലത്തെ പുലിക്കളി നമ്മൾ കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആകെ അവശനായി. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല. സരിതിക മറ്റേ പിടിക്കുക സരിതയുടെ വീട്ടിലാണ്.